ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്. കണ്ണിൻ്റെ അടിഭാഗത്ത് എല്ലാവർക്കും കറുത്ത അടയാളങ്ങൾ വരാറുണ്ട്. കണ്ണിൻ്റെ അവിടെ ബാഗ്സ് പോലെ വരാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു ചെറിയ എക്സസൈസാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാമെങ്കിൽ അത് മാറുന്നുണ്ട്. അപ്പോൾ ഞാനിത് സ്വയം പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ അത് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ വിരലുകൾ ആർച്ചിൻ്റെ മേളിൽ പതുക്കെ റൊട്ടേറ്റ് ചെയ്യണം. അതായത് ക്ലോക്ക് വൈസ് 3 പ്രാവശ്യവും ആൻറ്റി ക്ലോക്ക് വൈസ് 3 പ്രാവശ്യവും. രണ്ടാമത്തെ ഒരു എക്സസൈസ്, നമ്മുടെ ഈ വിരലുകൾ ഈ കണ്ണിൻ്റെ അടിഭാഗത്ത് ഈ ഒരു പോർഷൻ സ്കിന്നിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്ക്യൂസ് ചെയ്യുന്ന മാതിരിയാണ്. ഞാൻ ഇവിടെ നിന്ന് എടുത്തു, എന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യണം. 5 വരെ എണ്ണുന്നത് വരെ റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ച് അതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. തേർഡ് വൺ എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഈ 2 കോർണേഴ്സിൻ്റെ മേളിലായിട്ട് തമ്പ് ഫിംഗർ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമ്മൾ ബലം കൊടുത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അത് ഒരു 10 പ്രാവശ്യമോ 5 പ്രാവശ്യമോ അത് ചെയ്യുക. അടുത്ത ലാസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ തമ്പ് ഈ ഭാഗത്ത് ഐബ്രോയുടെ ഈ എൻഡിൽ വന്നിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് മീൻസ് നമ്മളൊരു പായ മടക്കുന്ന മാതിരി ഇങ്ങനെ കൊണ്ടുപോവുക. അതായത് ഈ പോകുന്ന ഈ തമ്പ് നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ടെമ്പിൾസ് നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഭാഗത്തുനിന്ന് കൈ എടുക്കാൻ പാടില്ല. ഇതിങ്ങനെ ഞാൻ ഹോൾഡ് ചെയ്തു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ പതുക്കെ സ്ലോ ചെയ്ത് ഇവിടം വരെ കൊണ്ടുവരികയാണ്. ഒരു 4 മുതൽ 5 6 വരെ 6 എന്ന് എണ്ണുന്നത് വരെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഉറക്കം കുറവാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിൻ്റെ അടിഭാഗത്ത് ഭയങ്കരമായിട്ട് ഒരു അടയാളം കളർ വന്നു തുടങ്ങി. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു 1.5 മാസമേ ആകുന്നുള്ളൂ ഞാൻ ട്രൈ ചെയ്തിട്ട്. എന്നാലും വിസിബിൾ ചേഞ്ചസ് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയണം. അപ്പോൾ എൻ്റെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.